പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിലുള്ള അധിക പേരുകൾ നീക്കം ചെയ്യണമെന്ന് ബി.ജെ.പി. പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ താമസമില്ലാത്ത 176 പേരുകൾ നീക്കം ചെയ്യാനാണ് ബി.ജെ.പി. പഞ്ചായത്ത് കമ്മിറ്റി പരാതി നൽകിയത്. അതിൽ 142 എണ്ണം നീക്കി. 34 പേരുകൾ ഇനിയും നീക്കാനുണ്ട്. വിവാഹം കഴിഞ്ഞ് 18 വർഷമായി വേറൊരു പഞ്ചായത്തിൽ താമസിക്കുന്നവരുടെ പേരും വോട്ടർ പട്ടികയിലുണ്ട്. 9ാം വാർഡിൽ മാത്രം 15 അധിക പേരുണ്ട്. 4 പേർക്ക് വാർഡിൽ വീടില്ല. 4 പേർ അവിടെ താമസിക്കുന്നവരുമല്ല. അർഹതപ്പെട്ടവരെ ചേർക്കുകയും അനർഹരെ നീക്കം ചെയ്യുകയും വേണം. ഇതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോയി 1 വർഷം 2 വർഷം അല്ല 18 വർഷം ആയുള്ള ആളുകളെ വെട്ടാൻ സമ്മതിച്ചില്ല 1ാം വാർഡിലുള്ള. കാരണം കിണാശ്ശേരി 1ാം വാർഡിൽ നിന്നും 5ാം വാർഡിലേക്കാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അവർ മകൻ പ്രായപൂർത്തിയായിട്ട് പോലും അവരെ വെട്ടാൻ സമ്മതിക്കേണ്ട രേഖകൾ അവർ തന്നെ നിലനിർത്തിയിട്ടാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെന്താ പറഞ്ഞാൽ മെയിൻ രേഖയായിട്ട് ഇവർ എടുത്തിട്ടുള്ളത് റേഷൻ കാർഡാണ്. റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം മുന്നേ വന്നുള്ള റേഷൻ കാർഡിന്റെ കോപ്പിയാണ് ഇവരിപ്പോഴും ഹാജരാക്കുന്നത്. ഈ 10 വർഷം കഴിഞ്ഞിട്ടും പുതിയ വീട് വെച്ചിട്ടുണ്ടാവും, താമസ സ്ഥലം മാറിപ്പോയിട്ടുണ്ടാവും. പക്ഷേ ഈ റേഷൻ കാർഡിൽ നിന്നും മാറ്റിയിട്ടില്ല. നമ്മൾ പുതിയ റേഷൻ കാർഡ് അപ്ലൈ ചെയ്താലും പഴയ റേഷൻ കാർഡിന് കട്ട് ചെയ്ത് പോകില്ല. ആ പേപ്പറിൽ അപ്പോഴും ആ പേര് ഉണ്ട്. അതും വെച്ചിട്ടാണ് ഇവർ ഈ ഒരു പരിപാടി വ്യാജമാണ് എന്ന് പറഞ്ഞ് വെട്ടാൻ കൊടുത്തല്ലേ. പൂക്കോട്ടുകാവിൽ ബി.ജെ.പി. തൃശൂർ മോഡൽ നടപ്പിലാക്കുന്നുവെന്ന തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്ന് മണ്ഡലം പ്രസിഡന്റ് കെ. നിഷാദ്, പൂക്കോട്ടുകാവ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ. സുജിൻ, ജനറൽ സെക്രട്ടറി എസ്. അരുൺ, വൈസ് പ്രസിഡന്റ് കെ. സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഒരു ആരോപണം വന്ന സമയത്ത് വോട്ട് ചോരി, അതിന്റെ ഭാഗമായിട്ട് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 178 പേര് അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അവർക്ക് വോട്ടില്ലാത്ത അവസ്ഥയിലേക്ക് ബി.ജെ.പിക്കാർ എത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ആരോപണം ഉണ്ടായിരുന്നു. അത് കൈരളി ന്യൂസിലൊക്കെ വന്നാണ്. സാധാരണ ഒരു ന്യൂസ് കൊടുക്കുന്ന സമയത്ത് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഒരു ആരോപണം ഉണ്ടെങ്കിൽ മറുഭാഗത്ത് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് ഒരു ഇത് ചോദിക്കാറുണ്ട്. പക്ഷെ അതുപോലും ഇല്ലാതെ ഏകപക്ഷീയമായിട്ട് വൺ സൈഡ് ന്യൂസാണ് അത് കൊടുത്തിരുന്നത്. എന്നാൽ എന്താണ് വസ്തുത എന്ന് ഈ ചാനലുകാരും അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ യഥാർത്ഥ വസ്തുത ഇതാണ്. ബി.ജെ.പി. കൃത്യമായി പഠനം നടത്തിയിട്ടാണ് 178 പേരെ വെട്ടാൻ കൊടുത്തിട്ടുള്ളത്. 34 പേരെ ഒഴികെ ബാക്കി 142 പേരെയും അതിൽ വെട്ടിയിട്ടുണ്ട്. ഈ 34 പേരും വെട്ടപ്പെടേണ്ട ആളുകൾ തന്നെയാണ്. പക്ഷെ അത് വേണ്ട രീതിയിൽ ഇവരുടെ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം മാത്രമാണ് അവിടെ ഇപ്പോഴും ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്.